നമുക്ക് ഓണം കഴിഞ്ഞിട്ടാണ് ഓണം സെലിബ്രേഷൻ വന്നിരിക്കുന്നത് അല്ലേ കിച്ചൺ മാജിക്കിൽ. അനുപമ ആസ് യൂഷ്വൽ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പൂവും വിത്തും വെച്ചിട്ടാണ് പായസം ചെയ്തിരിക്കുന്നത്. പൂവും വിത്തും അല്ലേ? ചില ആൾക്കാർ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് ആദ്യമായിട്ടായിരിക്കും പൂവും വിത്തും വെച്ചിട്ടായിരിക്കും ഒരു പായസം ഉണ്ടാക്കുന്നത്. പൂവെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? റോസാപ്പൂ. പിന്നെ സീഡ്സ് ലോട്ടസ്, സൺഫ്ലവർ, പിന്നെ പംകിൻ, മെലൺ. അതായത് വാട്ടർമെലൺ, തണ്ണിമത്തൻ്റെ സീഡ്, അരി, പിന്നെ സൺഫ്ലവറിൻ്റെ സീഡ്, പിന്നെ പംകിൻ മത്തൻ, പിന്നെ ലോട്ടസ് സീഡ്. ഇതെല്ലാം എന്താ പറയുക, ഗ്രേവീസിന് പിന്നെ കുറുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തിക്കനിങ് ഏജൻസ് ആണ്. പിന്നെ ചിലതരം നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിലെല്ലാം ഇത് കൂടി ചേർത്തിട്ട് ചെയ്യാറുണ്ട്. അവർ കീറുണ്ടാക്കുമ്പോൾ അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ കൂടെ വെളുത്ത അവല് ചേർത്തിട്ടുണ്ട്. ഒരു സംശയം, വെള്ള അവലെന്ന് പറയുന്നത് ഇപ്പം എന്താണെങ്കിലും നമ്മൾ പായസത്തിൽ ചേർക്കുമ്പോൾ അത് ഒരുപാട് കുഴഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് എന്താ മാർഗം? നല്ലോണം ഫ്രൈ ചെയ്തിട്ട് ടുവേർഡ്സ് എൻഡാണ് നല്ല ക്രിസ്പി ആയിട്ട്. പിന്നെ നമ്മളുടെ ഇത് റോസിന്റെ ജാമാണ് ശരിക്കും. അത് അവരുടെ റോസ ഇതളുകൾ വെച്ചിട്ട് കൽക്കണ്ടും തേനും വെച്ചിട്ട് വരട്ടിയെടുക്കുന്നത്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഗുൽഖണ്ഡ്. ഇത് നോർത്ത് ഇന്ത്യയിലെ ഷോപ്സിലും ഈവൻ ബാംഗ്ലൂർ നിന്ന് പൊക്കിക്കൊണ്ട് വന്നതായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏത് ഭാഗത്ത് കിട്ടും? ഇത് പാൻ ഷോപ്സിൽ കിട്ടും. അതിൻ്റെ മറ്റേ ഇതിന് വെച്ചിട്ടുള്ള കാര്യം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കേ ഇത് ഒന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുന്നു പോയത് എവിടെ വാങ്ങാൻ കിട്ടും? പാൻ ഷോപ്പിൽ കിട്ടും. ഇവിടത്തേക്ക് പാൻ ഷോപ്പ്. ഓക്കെ, എന്തായാലും നടക്കട്ടെ. ഓക്കെ, ഒരു മാറ്റം അല്ലേ? ഈ എന്താണ് പൈസും ടാർട്ട്സും പുഡിങ്സും ഒക്കെ ഉണ്ടാക്കുന്ന അനുപമ പായസത്തിൽ. പക്ഷെ പായസത്തിലും വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. കണ്ടിന്യൂ.